ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലോങ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടാ. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ അതിട്ടായിരുന്നു. ഇപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിനുള്ളതാണ് ചെയ്യണേട്ടാ. ആദ്യം തന്നെ ഞാൻ അതിനുള്ള നെക്ക് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഈ നെക്ക് 6 ഇഞ്ച് വൈഡും 5 ഇഞ്ച് ലെങ്ത്തുമാണ് വേണ്ടത് കേട്ടോ. അതിന് നമ്മൾ സ്റ്റിഫിലാണ് ചെയ്യണത്. സ്റ്റിഫ് മടക്കിയിട്ടിട്ട് 6 ഇഞ്ച് വൈഡ് ആദ്യം തന്നെ മാർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 ഇഞ്ച് ഇറക്കാണ് വേണ്ടത്. അതിന് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഭാഗത്ത് ചെറിയ കയറ്റിറക്കമുണ്ട്, അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തും കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ക്വയറായിട്ടുള്ളൊരു പീസ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടാ. ഇനി ഇതിനകത്ത് 5.5 ഇഞ്ച് ഇവിടെ ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. 2 ഒപ്പല്ല, അപ്പോൾ അത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത്. ഇനി ഇത് സ്ക്വയറായിട്ട് വരച്ചു കൊടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഷേപ്പായിട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല റൗണ്ടിൽ വരാൻ ഈ മൂലഭാഗം മാത്രം ഇങ്ങനെ ഇത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഷേപ്പിൽ തന്നെ നമുക്ക് താഴ്ഭാഗവും ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് നെക്കാണ് കട്ട് ചെയ്യണത്. നമുക്ക് ഇങ്ങനെ തന്നെ എല്ലാ കട്ടിങ്ങും ഇതുപോലെ തന്നെ ഇത് ഷേപ്പ് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ അവർ റൗണ്ടിനൊക്കെ ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് ലോങ് ബ്ലൗസ് എന്ന് വെച്ചാൽ ഇത് സാരിക്കും ഉപയോഗിക്കുന്ന ഉള്ള ബ്ലൗസാണ് കേട്ടോ ചെയ്യണത്. കറക്റ്റ് റൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ സാരിക്കും ഇങ്ങനത്തെ ലോങ് ബ്ലൗസായിട്ടാണ് ചെയ്യണത്. ടക്കൊന്നും ഇടാണ്ട് ആണ് ചെയ്യണത്. അപ്പോൾ അവർക്കത് സാരിയുടെ ഉപയോഗം കഴിയുമ്പോൾ സ്കേർട്ടും ടോപ്പുമായിട്ട് ഉപയോഗിക്കാൻ പാകത്തിനാണ് ചെയ്യണത്. അപ്പോൾ അതിന് ടക്കും വേറെ ഒന്നുമില്ല, പ്ലെയിനായിട്ട് നമ്മൾ ലോങ് ബ്ലൗസ് തന്നെയായിട്ട് ചെയ്യാണ്. പിന്നെ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ. ഇത് 3 ഇഞ്ച് ഇറക്കം മതി നെക്കിന്, ബാക്ക് നെക്ക്. അതും അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് സിബ് ചെയ്യണ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തണില്ല കേട്ടോ. അത് ഞാൻ സിബ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ ഇടാമെന്ന് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ അതും കൂടി ഒറ്റയ്ക്കായാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യൂല. ഇതിൻ്റെ കൂടെ അതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ സിബ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യണ്ട. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. ഇതിൻ്റെ പുറകെ അത് വരും. ഇനി നമുക്ക് ഈ സ്റ്റിഫ് കട്ട് ചെയ്തേക്കുന്നത് വേറൊരു തുണിയിലേക്ക് ചെയ്ത് എടുക്കണം. അതിന് മുമ്പ് നമുക്ക് കൈ ലൈനിങ്ങൊക്കെ കൂട്ടി എടുത്ത് വയ്ക്കാം. ആദ്യം തന്നെ എല്ലാത്തിൻ്റെയും കൈയാണ് ഞാൻ അടിക്കാറ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ആദ്യം തന്നെ കൈ ലൈനിങ് വച്ച് അടി മടക്കി അടിച്ച് കൈയും കുഴിച്ചും എടുത്ത് വയ്ക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ട് വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഒറ്റ അടിപ്പ് ചുറ്റുഭാഗം അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ചിലരിത് ഇങ്ങനെ അടിച്ചു കൊടുക്കാതെ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ട് ചെയ്യണവരുണ്ട്. അങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരേ വലിയ കാണിയിട്ട് അടിച്ചു കൊടുക്കും. ഇവിടെ ഇച്ചിരി ലൈനിങ്ങിൻ്റെ കുറവുണ്ട്, പക്ഷെ അത് മടക്കി അടിക്കുമ്പോൾ ഉള്ളിൽ പോണ ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2 കൈയും അതുപോലെ തന്നെ അടിച്ച് എടുക്കാം നമുക്ക്. ഇതും കൂടി അടിച്ച് ഇതിൻ്റെ കൈയും മടക്കി അടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ 2 കൈയും ലൈനിങ്ങും അടിച്ച് അടിയും മടക്കി അടിച്ച് ഒപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ 2 ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റല്ലേ എന്ന് നോക്കിയിട്ട് ബാലൻസ് ഇരിക്കുന്ന പീസൊക്കെ കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഈ കൈയുടെ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് കുഴിച്ച് വെട്ടി
ഇട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കൈയുടെ ഇത് കഴിഞ്ഞില്ല. അതെ ഈ ഭാഗം കുറച്ച് ഒരു 1/2 ഇഞ്ച് സെൻറ്റർ ഭാഗം നോക്കി കുഴിച്ച് വെട്ടിക്കളയാം. ഇനിയിപ്പോൾ അത് കൈയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് അതിൻ്റെ ഫ്രണ്ട് ഇതും കൂടി കൂട്ടി വയ്ക്കാം. ലൈനിങ് കൂട്ടി വയ്ക്കാണ്ടല്ല, അതും കൂടി വെച്ചിട്ട് നെക്കടിക്കും. ഇതും ആ കൈ അടിച്ച പോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് അങ്ങോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തേക്കണം. അപ്പോൾ സിബ് കൊടുക്കുന്നുണ്ട്. സിബ് ഞാൻ സെൻറ്ററിൽ കൊടുക്കണില്ല, സൈഡിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ലൈനിങ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് നെക്ക് അടിക്കാം. നെക്കിന് ഇത് ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത് ഈ ബാലൻസ് പീസ് ഒരെണ്ണം എടുത്തിട്ട് അതിനകത്ത് 6 വൈഡ് വരച്ച് താഴെ 5.5 വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതുമ്മ കറക്റ്റായിട്ട് ഈ സ്റ്റിഫ് വെച്ചിട്ട് ഞാൻ തയ്ച്ചെടുക്കണം. വേണമെങ്കിൽ അതൊക്കെ കറക്റ്റാക്കി വെച്ച് മുട്ടുസൂചി വെച്ച് പിൻ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ, അറിയാൻ പാടില്ലാത്തവർക്ക്. അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈഡൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ചെയ്ത് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ അത് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതേ ബാക്കും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായി. അത് ബാക്കിൻ്റെ സ്റ്റിഫും അങ്ങനെ തന്നെ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ അരികൊക്കെ അടിക്കാം. ഇത് തേച്ചും എല്ലാവരും തേച്ചും ഉപയോഗിക്കണവരുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ തേപ്പൊട്ടി ചൂടാക്കാനും ഒട്ടിക്കാനും ഒന്നും നടക്കാൻ പറ്റില്ലാത്ത കാരണം തയ്ക്കണേൻ്റെ കൂടെ തന്നെ സ്റ്റിഫും കട്ട് ചെയ്ത് പെട്ടെന്ന് ഇത് തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ചെയ്യുന്നത്. തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കിങ്ങനെയും ചെയ്യാം. അതേ ഇങ്ങനെ അരിക് മടക്കി അടിച്ചിട്ട് നമുക്കിനി അത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണേമേ വച്ച് നെക്കടിച്ച് ഫിനിഷ് ചെയ്യാം. ഫ്രണ്ട് അടിച്ച് കഴിഞ്ഞ് ബാക്കും അടിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ലൈക്കും ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ ബോഡിയുടെ പീസുകളുടെയും സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് രണ്ടും കൂടി വച്ച് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്റർ അടയാളപ്പെടുത്തണുണ്ട്. ഷോൾഡർ ഒപ്പം വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഒരു സൈഡിലേക്ക് പോകും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ സെൻറ്ററിൽ ഒരു അടിപ്പ് കൊടുക്കാതെ ഇങ്ങനെ വച്ചിട്ട്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റായിട്ടിരിക്കും. ഇങ്ങനെ ഒരു അടിപ്പ് സെൻറ്ററിൽ കൊടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ച് തുടങ്ങിയാലും മതി. ഇതിങ്ങനെ കൊടുത്തിട്ട് സൂചി കുത്തിയിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തും അടിച്ച് അത് കഴിഞ്ഞ് അതോട് ഇതോട് തന്നെ ഇപ്പുറത്തും തിരിച്ചടിക്കുക. അതിങ്ങനെ അപ്പോൾ കഴുത്ത് ഒട്ടും നമുക്ക് വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. സെൻറ്ററിൽ അടിപ്പ് വന്നേക്കണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോവുകയില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 4 ഇഞ്ച് തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് എടുക്കെടുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അത് കറക്റ്റായിട്ട് മറിയുള്ളൂ. ഇനി നമുക്കിത് ഇങ്ങനെ മറിച്ചിട്ട് 4 ഇഞ്ച് വീതിയിൽ ഞാനൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്യണമെന്ന് ആവശ്യമുള്ളവർക്ക് ഇത് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ. അത് ചേർന്ന് ഒരടിപ്പ് അടിച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ നെറ്റിൻ്റെ വർക്കിൽ ഈ സ്റ്റിച്ചിങ് നമുക്ക് കാണുകയൊന്നുമില്ല, അടിച്ചു കൊടുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ അടിച്ചു കൊടുത്തു. ഹെമ്മിങ് ചെയ്യലൊരു പണിയാണ്, അതുകൊണ്ട് പരമാവധി ഞാൻ സ്റ്റിച്ചിങ് ചെയ്ത് തന്നെ നെക്ക് എടുക്കും. ഇപ്പോൾ ബാക്കും അതുപോലെ തന്നെ അടിച്ചെടുക്കാം. ബാക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ക്രോസ് പീസ് കൊടുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതും എളുപ്പത്തിലുള്ള ഇതാണ്. ബാക്കിന് സ്റ്റിഫ് കൊടുക്കണമെന്നൊന്നുമില്ല, ചിലർ ഫ്രണ്ട് മാത്രമേ സ്റ്റിഫ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് സ്റ്റിഫ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ.
ഇതിൻ്റെ എല്ലാ ഭാഗത്തും കട്ടിങ് കൊടുക്കാം കേട്ടോ. വളവിലൊക്കെ കറക്റ്റായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ് കൊടുക്കാം. ഇനി ഇത് നല്ല ഭാഗവും വെച്ചിട്ട് ഷോൾഡർ കൂട്ടി കൊടുക്കുക. ഷോൾഡർ 2 അടിപ്പ് അടിക്കുക. എല്ലാ ഭാഗത്തും തുടങ്ങുന്നിടത്തിൽ നമ്മൾ കെട്ടിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ഒരു ഇടൽ കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ബാക്കിൻ്റെ നെക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഫ്രണ്ട് അടിച്ച പോലെ തന്നെ 4 ഇഞ്ച് വീതിയിട്ട് അതും അടിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിഫിന് ഒരുപാട് വീതി ഇല്ലാതിരിക്കലാണ് നല്ലത്. നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ 4 ഇഞ്ച് ഒരു പൊടിക്ക് വീതി മാത്രം ഇട്ട് നമ്മൾ സ്റ്റിഫ് കട്ട് ചെയ്യുക. ഒരുപാട് വീതിയിൽ സ്റ്റിഫ് കട്ട് ചെയ്യാതിരിക്കുക. ഹെമ്മിങ് ചെയ്യണതിന് ഇച്ചിരി വീതി അധികമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ പിന്നെ ബാലൻസ് ഉള്ളത് തള്ളി നിൽക്കും ഒരുപാട് വീതിയിൽ ചെയ്താൽ. അപ്പം നമ്മുടെ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അളവും അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങിൽ തന്നെ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ചോക്ക് വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അളവ് അന്വേഷിക്കാൻ പോകണ്ട. അല്ലേ, ഇതിൽ തന്നെ ഉണ്ട് 33 3 ഇഞ്ച് കൂട്ടി 36, അപ്പോൾ 18 ചെസ്റ്റും 15 ഷേപ്പും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 9ഉം ഇപ്പുറത്തേക്ക് 9ഉം അങ്ങനെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക, സെൻറ്റർ മാറിപ്പോവാതിരിക്കും. അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗത്തും 15, അടി ലൂസും 15 തന്നെ ഇടാം. എന്നിട്ട് വലിയ കാണിയിട്ട് ഒരു സ്റ്റിച്ച് സൈഡ് അടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സിബ് കൊടുക്കണേ കേട്ടോ. സിബ് കൊടുത്തു കഴിയുമ്പോഴാണ് എന്താ സ്റ്റിച്ച് അഴിച്ച് കളയുന്നത്. ആ സിബ് അടിക്കണ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എല്ലാം കൂടി ഇടുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വീഡിയോ വലുതാവില്ല, അപ്പോൾ നിങ്ങൾക്ക് ബോറും അടിക്കും. സിബില്ലാതെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ തന്നെ അടിച്ച് ചെയ്താൽ മതി. നമ്മൾ പിന്നെ അടി ആദ്യം തന്നെ മടക്കി അടിക്കണം കേട്ടോ. അടി നമ്മൾ 1 ഇഞ്ച് വീതിയിൽ, 1 ഇഞ്ചല്ല 1.5 ഇഞ്ച് വീതി ഉണ്ട്. 2 ഇഞ്ച് ഇതാണ് ഇട്ടിരുന്നത്. അത് 1/2 ഇഞ്ച് തയ്യെത്തുമ്പോൾ പോയി, പിന്നെ ഒരു 1.5 ഇഞ്ച് വീതി ബാലൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ സൈഡ് കൂട്ടുന്നതിന് മുമ്പ് അടി മടക്കി അടിക്കാം. കറക്റ്റ് 2 ഇറക്കവും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ അടി മടക്കി അടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ സൈഡ് കൂട്ടുമ്പോൾ കയറ്റിറക്കം വരും. അടി മടക്കി അടിക്കുന്നതിന് മുമ്പ് മറ്റേ പാടം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇതൊക്കെ അഴിക്കണമെങ്കിൽ പാടാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടം പിന്നീട് അഴിക്കേണ്ടതൊക്കെ വന്നാൽ നമുക്ക് അഴിക്കാൻ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അടി മടക്കി അടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇടം അഴിക്കണമെങ്കിൽ അടി മടക്കി അടിച്ചേക്കുന്നതൊക്കെ അഴിച്ചിട്ട് വേണ്ടി വരും നമുക്ക് അടി ലൂസൊക്കെ കൂട്ടണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൂസൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റിച്ച് അധികമൊക്കെ അടിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് അഴിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കാൻ പറ്റും കേട്ടോ. ആ രീതിയിലാണ് ഇത് ചെയ്യണത്. നമ്മൾ ഈ സൈഡിൽ ഒരേ അടിപ്പ് അടിച്ചു കൊടുക്കണം. അത് കറക്റ്റ് അല്ലേ അടിഭാഗം എന്ന് നോക്കിയിട്ട് വേണം. ഫ്രണ്ട് മാത്രമാണ് ഇപ്പോൾ അടി മടക്കി അടിച്ചിട്ടുള്ളൂ. ഇനി ഇത് കറക്റ്റാക്കി വെച്ചിട്ട് വേണം ബാക്കിൻ്റെ അടി കൂടി മടക്കി അടിക്കാൻ കേട്ടോ. അങ്ങനെ ഒരു അടിപ്പ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സൈഡ് അടിക്കുമ്പോൾ കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ ഇത് ഫ്രണ്ട് മാത്രം അടിച്ചിട്ട് സൈഡ് രണ്ടും ഒരേ അടിപ്പ് അടിച്ചു കൊടുത്തിട്ടാണ് ഇത് ബാക്ക് ഇങ്ങനെ മടക്കി അടിക്കണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രണ്ടും മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് കൂട്ടി അടിക്കാൻ നിൽക്കുമ്പോൾ സൈഡിൽ കയറ്റിറക്കം വരും. പിന്നെ അത് അഴിച്ച് പണിയാൻ നടക്കേണ്ടി വരും. ഇപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് മടക്കി അടിച്ച് എന്നിട്ട് സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് ആണ് ഇത് ബാക്ക് മടക്കി അടിക്കണത് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് നൂലും പൊട്ടി. ഇനി ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ കൂടെയുള്ള അടിപ്പ് ഇതിൻ്റെ വിട്ട് പോയേക്കാറുണ്ട്. അപ്പോൾ അതും കൂടി കറക്റ്റ് വെച്ചില്ലെങ്കിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ലൈനിങ് വേറെ തുണി വേറെ ആയിട്ട് നിൽക്കും.
അത് കാരണം അതൊന്നും കൂടി അടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതേ ബാക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ ഭാഗത്ത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നെക്ക് ചെയ്യണ മാതിരി തന്നെ നമ്മൾ പ്ലെയിൻ പീസിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഈ അടി ഇങ്ങനെ അടിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇത് വർക്കുള്ളത് കാരണം നമ്മൾ അടിക്കണ അടിപ്പ് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടി ഇങ്ങനെ 1.5 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചു കൊടുക്കണേ കേട്ടോ. പ്ലെയിൻ തുണിയിലേക്കാണ് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ അടിഭാഗത്തിന് സ്റ്റിച്ചിങ് കൊടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഹെമ്മിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം, അതാണ് ഭംഗി. ഇനി നമുക്ക് ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഫ്രണ്ടും കുഴിച്ച് വെട്ടി കയ്യും പിടിപ്പിക്കാം കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ സിബ്ബ് കൊടുക്കണത് കൊണ്ടാണ് ഞാൻ ആദ്യം ഈ സൈഡ് കൂട്ടിയടിച്ചത് കേട്ടോ. ഇവിടെ ഒരു സിബ്ബ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് സൈഡ് നമ്മൾ ആദ്യം കൂട്ടിയടിച്ചത്. മറ്റേ സൈഡ് കയ്യും പിടിപ്പിച്ച് നേരൊക്കെ അടിച്ചാൽ മതി. എന്നാലും അടിച്ചപ്പോൾ രണ്ടും കൂട്ടിയടിച്ചത്. ഇനിയിപ്പോൾ അതേ സിബ്ബ് വയ്ക്കലൊക്കെ കഴിഞ്ഞു, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞല്ല. ഇനി നമുക്ക് ഈ ഷോൾഡർ കറക്റ്റാക്കി കട്ട് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുത്ത്, എപ്പോഴും ഷോൾഡറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത് ഈ ഫ്രണ്ട് കൈക്കുഴിയും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഈ ബോഡിയിലെയും ഫ്രണ്ട് കുഴിച്ച് വെട്ടാം. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡറൊക്കെ കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നമുക്ക് ഈ ഷോൾഡർ കൈ പിടിപ്പിക്കുന്നതിന് മുമ്പ് അതൊക്കെ ലെവലാക്കിയിട്ട് കൈ പിടിപ്പിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലും പാടാണല്ലോ ഷോൾഡറൊക്കെ. കൂടിപ്പോയാൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. എപ്പോഴും എല്ലാ പീസും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതൽ ആക്കിയിടുന്നതാണ് നല്ലത്. ഞാൻ ഈ സിബ്ബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതും പ്രഷർ വിട്ട് മാറ്റിയായിരുന്നു, ഒറ്റക്കാലിൻ്റെ ഇട്ടായിരുന്നു. ഇതിപ്പോൾ അത് മാറ്റിയിട്ട് മറ്റത് ഇട്ടതാണ് കേട്ടോ. ഇനി ഇതേ ഈ കൈ അടിക്കുമ്പോൾ പിന്നെ സൂക്ഷിക്കാനുള്ളത് കൈക്കുഴി കുഴിച്ച് വെട്ടിയേക്കുന്നതും ഫ്രണ്ടിൽ തന്നെ വരാൻ പാകത്തിന് അടിക്കണം, അല്ലെങ്കിൽ അത് ഒരു മെനയാവില്ല കേട്ടോ. നമ്മൾ കൈക്കുഴി രണ്ടിനെയും കുഴിച്ച് വെട്ടി എന്നിട്ട് ശ്രദ്ധിക്കാതെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴിച്ച് വെട്ടിയ ഭാഗം ബാക്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ ബ്ലൗസ് ഫിനിഷിങ്ങിൽ വരില്ല. ഫ്രണ്ട് നമ്മൾ കുഴിച്ചേക്കുമ്പോൾ ആ കുഴിച്ച ഭാഗത്ത് തന്നെ കൈ നോക്കിയിട്ട് അടിക്കണം. ഇപ്പം അടിച്ചു ഞാനങ്ങനെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ അടിച്ച് തുടങ്ങണത്. കൈ എപ്പോഴും ഫ്ലീറ്റുള്ള കൈ ആണെങ്കിൽ നമുക്ക് ഒരറ്റത്തുനിന്ന് അടിച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് അടുത്ത അറ്റത്ത് വരുമ്പോൾ നമുക്ക് ഇതാക്കാം. അപ്പോൾ ഇനി കൈ രണ്ടും അടിച്ച് കഴിഞ്ഞത് സൈഡും കൂടി കൂട്ടിയിടിക്കാൻ കേട്ടോ. മറ്റേ സൈഡ് അടിച്ച് ഈ സൈഡും കൂടി കൂട്ടിയടിച്ച് കഴിഞ്ഞത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ ഇതാണ്. അതേ എങ്ങനെയുണ്ട്, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ. അത് ഈ സിബ്ബ് വെച്ച വീഡിയോ ആയിട്ട് വരാട്ടെ ഇനി. താങ്ക് യു.